ഹലോ ഗൈസ്, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി അങ്ങോട്ട് പഠിച്ചാലോ? ഇതിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. സോ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ആൻഡ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ നോക്കിക്കേടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. To draw a square of area 25 square centimeter, what should be the length of the side? 25 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ വശങ്ങളുടെ നീളം ഏതായിട്ട് എടുക്കണം? നമ്മളോട് ചോദിക്കുകയാണെ, ഒരു സമചതുരം വരയ്ക്കണം. ആ സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താ പറഞ്ഞത്? 25 ആണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മളോട് നോക്ക്, സൈഡ് എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സൈഡ് എന്ന് പറയാം, പരപ്പളവ് തന്നിട്ടുണ്ട് എങ്കിൽ സൈഡ് അല്ലെങ്കിൽ വശം എന്ന് പറയുന്നത് എന്താടാ? റൂട്ട് ഓഫ് നമ്മളുടെ ഏരിയ, അതായത് 25 സ്ക്വയർ റൂട്ട് ഓഫ് 25 അല്ലെങ്കിൽ 25ന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 25 എന്തിന്റെ സ്ക്വയർ ആ നോക്കിയാൽ മതി. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. 5ന്റെ സ്ക്വയർ ആണ് 25 എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും സൈഡ് എന്ന് പറയുന്നത്? 5 സെന്റിമീറ്റർ ആണ് സൈഡ് എന്ന് പറയുന്നത്. ഇനി മക്കൾക്ക് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്താ ചെയ്യേണ്ടത്? 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കൂ അല്ലേ? എന്നിട്ട് നമ്മളുടെ ആരെടുക്കും? നമ്മളുടെ ഇവൻ അതായത് നമ്മളുടെ സെറ്റ് സ്ക്വയർ എടുക്കും. സെറ്റ് സ്ക്വയർ ഇതിൽ നേരെ വെച്ചിട്ട് കുത്തനെ ഒരു ലൈൻ ഇവിടെ വരയ്ക്കും. അതുപോലെ എങ്ങനെ വെച്ചിട്ട് ഇവിടെയും കുത്തനെ ലൈൻ വരയ്ക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് 5 സെന്റിമീറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യും. ബാക്കിയുള്ള സാധനം ഞാൻ എന്ത് ചെയ്യും? മായ്ച്ച് കളയും. ബാക്കിയുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യും? മായ്ച്ച് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവന്മാർ രണ്ടാളെയും ജസ്റ്റ് കൂട്ടി യോജിപ്പിക്കും. ഇതാണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമുക്ക് 25 നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയാം സൈഡ് എത്രയാ, ഏരിയ തന്നിട്ട് സൈഡ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ത് എടുത്താൽ മതി? ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ ഏരിയ എന്തിൻ്റെങ്കിലും വർഗ്ഗമാണോ എന്ന് മക്കളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 25 എന്തിൻ്റെ വർഗ്ഗ? 5ന്റെ വർഗ്ഗമാണ്. അതായത് സൈഡ് എത്രയായിരിക്കും? 5 ആയിരിക്കും. സൈഡ് 5 ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏരിയ എന്തായിരിക്കും? 5 × 5 25 ആയിരിക്കും. സിമ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? ടു ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 81 സ്ക്വയർ സെന്റിമീറ്റർ, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് സൈഡ്? 81 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ വശങ്ങളുടെ നീളം എന്തായിട്ട് എടുക്കണം? സൈഡ് അല്ലെങ്കിൽ വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആദ്യം നോക്കുക, റൂട്ട് 81 സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്തിന്റെ വർഗ്ഗാടാ? 9 × 9 ആണ് 81 എന്ന് പറയുന്നത്. അതായത് സൈഡ് എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ ആയിരിക്കും മക്കളെ. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഇതാ നോക്കിക്കേടാ. Draw a square of area 18 square centimeter. What should be the ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്നാണ് കേട്ടോ. അതായത് 18 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ സൈഡ് എത്രയായിരിക്കണം, വശങ്ങൾ എത്രയായിരിക്കണം എന്നാണ് നമ്മളുടെ ചോദ്യം ആക്ച്വലി. അങ്ങനെയെങ്കിൽ വശം എത്രയായിരിക്കണം അടാ? നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യല്? സ്ക്വയർ റൂട്ട് ഓഫ് ഏരിയ കാണൂലേ? അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 18 എത്രയാ? നോ ഐഡിയ. ബിക്കോസ് എന്തായിരിക്കും? 1ന്റെ സ്ക്വയർ 1 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്. അതായത് 16 കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സ്ക്വയർ എന്ന് പറയുന്നത് 25. ഇതിന്റെ ഇടയിലുള്ള നമ്പർ 18. 18 ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ല, അതായത് ഇതൊരു പൂർണ്ണവർഗ്ഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റൂല അല്ലെ? സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റൂല. അപ്പൊ അടുത്ത മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ സൈഡിൽ ഒന്ന് ചെയ്തു നോക്കുക. സൈഡിൽ ചെയ്ത് നോക്കാം. 18ന്റെ പകുതി എടുത്താൽ എന്തോ നടക്കുമോ? 18ന്റെ പകുതി എന്ന് പറയുന്നത് 9 വർഗ്ഗമാണോ? 3ന്റെ വർഗ്ഗമാണ് അല്ലേ? 3ന്റെ വർഗ്ഗമാണ്. 18ന്റെ പകുതി 9, 3ന്റെ വർഗ്ഗമാണ് അല്ലേ? അതായത് നോക്ക്, നമ്മൾ എന്ത് ചെയ്യാം? 9 എന്ന് പറഞ്ഞാൽ 3ന്റെ വർഗ്ഗമാണ്. അങ്ങനെയെങ്കിൽ മക്കൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇത്രയേ ഉള്ളൂ. മിസ് കറക്റ്റായിട്ട് വരച്ച് തന്നെ കാണിച്ചു തരാം. അതായത് നമ്മൾ 3 സെന്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കും. ഓക്കെ, 3 സെന്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കും. എങ്ങനെയാണ് വരയ്ക്കുക? നിങ്ങൾക്ക് സ്ക്വയർ വരയ്ക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പം ഞാൻ അതങ്ങനെ 3 എടുത്തിട്ട് സ്ക്വയർ വരച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ പരപ്പളവ് എത്രയാടാ? 3 × 3 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ പരപ്പളവ്, അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ ആണ് ഇതിന്റെ പരപ്പളവ്. ഇനി മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇതിന് ഒരു ഡയഗണൽ അല്ലെങ്കിൽ വികർണം വരയ്ക്കാം.
ഓക്കെ, വികർണം വരയ്ക്കുക. വികർണം ഒരു വശമായി വരുന്ന രീതിയിൽ മക്കൾ എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ആദ്യം വരച്ച സമചതുരത്തിന്റെ പരപ്പളവില്ലേ 9, അതിന്റെ ഡബിൾ ആയിരിക്കും. അതായത് ഇത് 18 ആയിരിക്കും. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞത്? 18 ചതുരശ്ര സെന്റിമീറ്ററുള്ള സമചതുരം വരയ്ക്കാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആക്ച്വലി നിങ്ങൾ അതിന്റെ പകുതിയുള്ള സമചതുരം വരയ്ക്കുന്നു, അതിനിങ്ങനെ ഒരു വികർണം ഡയഗണൽ വരയ്ക്കുന്നു, ഡയഗണൽ സൈഡായിട്ട് മറ്റൊരു സമചതുരം വരച്ചാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇത് വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി മക്കൾക്ക് വലിയൊരു പ്രശ്നം വരുന്നത് എന്താ അറിയോ? ഇതെങ്ങനെയാ മിസ്സേ ഇതുപോലെയുള്ള ഒരു സമചതുരം ഇതിന്റെ മുകളിൽ കൊണ്ടുപോയി ഞങ്ങൾ വരയ്ക്കുക എന്നുള്ളത്? മക്കൾ എന്ത് ചെയ്താൽ മതി? ഇതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഇതിന്റെ ഈ ഒരു ഇങ്ങനെ ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലംബമായിട്ടുള്ള ഭാഗമല്ലേ, ആ ഭാഗത്തിൽ ഒരു ഭാഗം നമ്മൾ വരച്ച വികരണത്തിന്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നേ, വികരണത്തിന്റെ മുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് മറ്റേ ഭാഗം നോക്കിയാടാ, മറ്റേ ഭാഗത്തൂടെ ഞാൻ ഒരൊറ്റ ലൈൻ അങ്ങോട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഒറ്റ ലൈൻ വരയ്ക്കുന്നേ. ഇനി അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഇതിനെങ്ങനെ നീക്കിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. ഇതിൻ്റെ അടുത്തറ്റത്ത് അവിടെ ഞാൻ ഇതുപോലൊരു ലൈൻ വരച്ചു. ഓക്കെ, പക്ഷേ ഈ ലൈനിൻ്റെ നീളം എത്ര മതി? ഇത് സമചതുരാണ്. അപ്പോൾ കോമ്പസിൽ ജസ്റ്റ് അളന്നു നോക്കുക. സ്കെയിൽ അളന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് അളവൊന്നും കിട്ടൂല, പോയിന്റ് അളവൊക്കെ ആയിരിക്കും ഈ വികരണത്തിൻ്റെ നീളം. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റ് എന്ത് ചെയ്യുക? നമ്മളുടെ കോമ്പസിൽ അളക്കുക. എന്നിട്ട് നോക്ക്, ആ കോമ്പസിൽ അളന്നതിന് ശേഷം മക്കൾ എന്ത് ചെയ്യുക? അതേ നീളത്തിൽ നോക്ക്, ഇതാണ് കേട്ടോ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? ഇതാണ് ഇതിൻ്റെ നീളം. അതേ നീളത്തിൽ നോക്ക്, ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇവിടുത്തെ മഞ്ഞ വരല്ലേ, ഇതിനെയും നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? നോക്കിയേ, ഇനി അടുത്ത ചെയ്യേണ്ട പരിപാടി ബാക്കിയുള്ള ഭാഗമേ നമുക്ക് വേണ്ടാത്ത ഭാഗമല്ലേ, അങ്ങോട്ട് മായ്ച്ചാളി. മായ്ച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവന്മാരെ ജസ്റ്റ് ചേർത്ത് വരച്ചാൽ മതി. ഇതാണ് ആ സ്ക്വയർ. ഓക്കെ, ഇതാണ് ആ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്ക്വയറിൻ്റെ പരപ്പളവ് 9 ആണെങ്കിൽ ഇതിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന ഈ ഒരു മഞ്ഞ സ്ക്വയറില്ലേ, ഇതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 9ന്റെ ഡബിള് 18 ആയിരിക്കും. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്ക്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 32 സ്ക്വയർ സെന്റിമീറ്റർ, 32 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് വരയ്ക്കുക? നമ്മൾ ആദ്യം നമുക്ക് സൈഡ് അറിഞ്ഞാലേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? സമചതുരം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈഡ് അറിയാൻ സൈഡ് അറിയാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സൈഡ് അറിയാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 32ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 32 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 32 ഒരു പൂർണ്ണവർഗ്ഗമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5ന്റെ സ്ക്വയർ കഴിഞ്ഞാൽ 6ന്റെ സ്ക്വയർ 36 വരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും നടുവിലാ 32 വരിക. അപ്പൊ 32 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. 32 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? 32ന്റെ പകുതി എടുത്തു നോക്കുക. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ വളരെ സിമ്പിൾ. 32ന്റെ പകുതി എത്രയാ? 16. ഹായ് 16 പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ? എന്തിന്റെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ് അല്ലെ? 4ന്റെ സ്ക്വയർ ആണ്. ഇനി എങ്ങനെയാ മക്കൾ ചെയ്യുക? ഇത്രയേ ഉള്ളൂ പരിപാടി. ആദ്യം 4 സെന്റിമീറ്റർ നീളവും വീതിയും ഉള്ള എന്ത് വരയ്ക്കുന്നു? സമചതുരം വരയ്ക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിനൊരു വികർണം വരയ്ക്കുന്നു. വികർണം ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിനെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഇതാണ് നമ്മളുടെ സമചതുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 4 × 4 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ പരപ്പളവ് എന്തായിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ? എത്രയാണ്ടാവുക? 16ന്റെ ഡബിൾ 16 × 2 32 ചതുരശ്ര സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു പരപ്പളവ് തന്നിട്ട് അതിന്റെ സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് പരപ്പളവിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ മക്കൾ എന്താ ചെയ്യുക? ആ ഒരു പരപ്പളവിന്റെ പകുതി എടുക്കുക. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. ആ ഒരു സമചതുരം വരയ്ക്കുന്നു, വികരണം വരയ്ക്കുന്നു, വികരണത്തിൽ വരയ്ക്കുന്നു. നമ്മൾ എന്ത്? നമ്മളുടെ സ്വന്തം സമചതുരം. റെഡി അല്ലേ? സെറ്റ് അല്ലേടാ? അങ്ങനെയെങ്കിൽ നോക്കിക്കേടാ, ലാസ്റ്റ് കുറച്ചുകൂടി ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ. ഈ ലെവൽ കൂടിയ ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു കേട്ടോ. അതിലേക്ക് പോകുന്നതിന് മുന്നേ മിസ്സിന് വേണ്ടി ഒരൊറ്റ കാര്യം മക്കൾ ചെയ്യണം. എനിക്കറിയാം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുന്നവർ എന്ന് പറയുന്നത് അത്രയും അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള എൻ്റെ കുട്ടികളാണ് അല്ലെ? അതായത് ഞാൻ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻറ്റും എല്ലാവർക്കും തെറ്റിപ്പോകുന്നതുമാണ്. എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും. ഇത്രയും ആഗ്രഹമുള്ള കുട്ടികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നമ്മളുടെ ക്ലാസ് 8ന്റെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ, അടുത്തത് നമ്മൾ ഹൈസ്കൂളിലേക്കാണ് പോകാൻ പോകുന്നത്. 7th പോലെ ഒന്നുമല്ല, കുറച്ച് കൂടുതൽ സബ്ജക്ട്സും ഉണ്ട്, അതുപോലെ കുറച്ച് കൂടുതലിൻ്റെ കൂടുതൽ പഠിക്കാനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ
ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഏപ്രിൽ 6 മുതൽ നിങ്ങളെ പഠിപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. വെക്കേഷനൊക്കെ ഞങ്ങൾ 6 മണിക്കൂർ 8 മണിക്കൂർ ക്ലാസ് വെച്ച് പഠിപ്പിക്കുകയല്ല കേട്ടോ. അതായത് ഓരോ ദിവസം ഒരു മണിക്കൂർ ഞങ്ങൾക്ക് തരാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ക്ലാസ് ആയിട്ട് അങ്ങ് ഉഷാറാക്കാൻ പോവാ. അതായത് ബേസിക് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവാ. നിങ്ങൾക്ക് എവിടൊക്കെ അറിയാത്തതുണ്ടോ, മാത്സിൽ എവിടൊക്കെ ബേസിക്സ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടോ, അത് മുതൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ കൂടി തീരുമാനിച്ചു. പക്ഷേ ഇതിന് നിങ്ങളിപ്പം ചേരൊന്നുമല്ല വേണ്ട. മിസ്സിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ച് ഇപ്പം 4999 ആയിരുന്നു ഒരു കൊല്ലത്തേക്കുള്ള ഫീ എന്ന് പറയുന്നത്. ഒരു കൊല്ലം മൊത്തം ഉള്ളതാണ് കേട്ടോ. പല കുട്ടികളും ഈ ഒരു പ്രൈസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങലുണ്ട്. ആ ഒരു ഡ്രസ്സിന്റെ പൈസ ഞങ്ങൾ ഒരു കൊല്ലത്തേക്കാണ് ഞങ്ങൾ വാങ്ങാറ്. പക്ഷേ ഈ ഒരു എമൗണ്ടും കുറച്ച് 3799 ഒരു കൊല്ലം മൊത്തം പഠിക്കാൻ, അതിൽ മൊത്തം നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സസ്, ഇനിയിപ്പോൾ എക്സാംസ് നടത്തും, അല്ലാതെ നിങ്ങൾ മെൻറ്റേഴ്സ് വിളിക്കാനുണ്ടാവും, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ ഞങ്ങൾ എല്ലാവരെയും നമ്പർ ഉണ്ടാവും. എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു ബാച്ച് ബേസിക് മുതൽ ഞങ്ങൾ ഏപ്രിൽ 6 പഠിപ്പിക്കുന്ന ഈ ഒരു ബാച്ച് 3799 നമ്മളിപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളിപ്പം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഓഫർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടിയിട്ടോ, ഓഫർ ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ച് ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, ഹനീന മിസ്സിനൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷേ എൻ്റെ മക്കൾ ഇപ്പം മിസ്സിന് വേണ്ടിയിട്ട് ഇത്ര മാത്രം ചെയ്ത് വെക്കണം. നിങ്ങൾ ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ പേരും ക്ലാസ്സും നമ്പറും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക. വെറുതെ എന്തിനാ ഇത്രയും വലിയ എമൗണ്ടിന് എൻ്റെ മക്കൾ ചേരുന്നത്? ആവശ്യമില്ല. നിങ്ങളെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണ്. 3799 ചേർന്നാൽ മതി. ചേരുകയാണെങ്കിൽ ഈ ഒരു എക്സാം സീസൺ വരെ ഉണ്ടാവുള്ളൂ ഓഫർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക, ഓഫർ ലോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നമ്മളുടെ കിടിലൻ ക്വസ്റ്റ്യൻ, എല്ലാവരും തെറ്റിക്കുന്ന, എല്ലാവർക്കും പണിയായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ നോക്ക്, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 34 സ്ക്വയർ സെന്റിമീറ്റർ, 34 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മൾ എന്ത് നോക്കണം? നമുക്ക് 34 ചതുരശ്ര സെന്റിമീറ്ററുള്ള പരപ്പളവുള്ള സമചതുരം വരയ്ക്കണം. അങ്ങനെ സമചതുരം വരയ്ക്കണം എന്നെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സൈഡ് അറിഞ്ഞാൽ മാത്രമേ സമചതുരം വരയ്ക്കാൻ പറ്റൂ. സൈഡ് കാണാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ്? ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. 34ന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? നോ വഴി. ബിക്കോസ് എന്താണ്? 34ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്തെടുക്കേണ്ടി വരും? നമുക്കതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ പോയിന്റ് ഉള്ള ഏതോ നമ്പറാണ്. അപ്പോൾ പറ്റൂല, അത് എടുക്കാൻ പറ്റൂല. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? 34ന്റെ പകുതി എടുക്കുക. 34ന്റെ പകുതി എത്രയാ? 15, 16, 17. 17 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അതുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെന്തെങ്കിലും ഒരു മൂന്നാമത്തെ മാർഗം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങളുടെ സൈഡിൽ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ എത്രയാ? 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49. ഇത് പഠിച്ചേ പറ്റൂ കേട്ടോ. 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. ഇത് സൈഡിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സൈഡിൽ എഴുതി വെക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, 34നെ ഇതിൽ ഏതെങ്കിലും എവിടെ പോയി 34നെ ഇവന്മാരിലെ ഈ സ്ക്വയേഴ്സിൽ ഏതെങ്കിലും കൂട്ടിയാലോ, അതുപോലെ തന്നെ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തമ്മിൽ കുറച്ചാലോ 34 കിട്ടുമോ നോക്കുക. 1 മുതൽ 10 വരെയുള്ളത് മതി നമുക്ക്. അതിൽ ഏതെങ്കിലും 2 എണ്ണം കൂട്ടിയാലോ കുറച്ചാലോ എന്ത് കിട്ടുമെന്നാണ് നോക്കണ്ടേ? നമ്മളുടെ ആര് കിട്ടുമെന്ന്? നമ്മളുടെ 34 കിട്ടുമെന്ന് നോക്ക്. ഇപ്പം 25-നോട് എത്ര കൂട്ടേണ്ടി വരും? 5ഉം 9 കൂട്ടേണ്ടി. ഈ 25ഉം 9ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 25 + 9 എന്ന് പറയുന്നത് 34 കിട്ടും അല്ലെ? 34 കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ടിയാലാണ് ഈ നമ്പർ കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ആദ്യം മിസ് ജസ്റ്റ് ഒരു റഫായിട്ട് കാണിച്ചു തരാം. അതെന്താ സാധനം? നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക.
റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഒന്ന് എത്രയാവണം? 25 എന്തിന്റെ സ്ക്വയറാ? 5ന്റെ സ്ക്വയറും 9 എന്ന് പറയുന്ന 3ന്റെ സ്ക്വയറുമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇത് 1 5ഉം 3ഉം പെർപെൻഡിക്കുലർ സൈഡ് 1 5ഉം 3ഉം ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ വരയ്ക്കാം. എന്നിട്ട് നോക്ക്, ഇതിന്റെ ഈ ഭാഗമല്ലേ ഈ ഒരു ഹൈപ്പോട്ന്യൂസ്, കർണം ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ അവന്റെ ഏരിയ എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആയിരിക്കും. അതായത് 34 ആയിരിക്കും ഇതിന്റെ ഏരിയ. റെഡി? 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അതായത് 34 ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും ഈ ഒരു ഭാഗം എൻ്റെ മക്കൾക്ക് തെറ്റിപ്പോകാൻ പാടില്ല. അതായത് ഇവന്മാർ രണ്ടാളും തന്നെ വേണ്ട 5 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡ് വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് നോക്ക്, ഇതിനെ നമുക്ക് കുത്തനുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ കുത്തനുള്ള ലൈൻ നോക്ക്, എനിക്ക് എത്ര സെന്റിമീറ്ററിലാണ് വേണ്ടത്? 3 സെന്റിമീറ്ററിൽ. അപ്പോൾ 3 സെന്റിമീറ്ററിൽ ഒരു കുത്തനുള്ള ലൈൻ വരച്ചു. ഇനി 3 സെന്റിമീറ്റർ കിട്ടുന്നില്ല, നിങ്ങൾ കറക്റ്റ് ഇല്ല അളന്ന് നോക്കിയാൽ 3 തന്നെ അല്ലേന്ന്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവന്മാരെ കൂട്ടി യോജിപ്പിക്കുന്നു. ജസ്റ്റ് ഇതാ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി ഇത് ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കല്? ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും, ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. എന്നിട്ട് അത് രണ്ടും ഇതേ ലെങ്ത്തിൽ ഇവിടെയും കട്ട് ചെയ്യും. എന്നിട്ട് ഇവന്മാരെ കൂട്ടി വരച്ചാൽ കിട്ടുന്ന ഇവനായിരിക്കും എന്ത്? 34 ചതുരശ്ര സെന്റിമീറ്ററുള്ള സമചതുരം എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നോക്ക്, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററേ കഴിഞ്ഞു കേട്ടോ. ഇതാ നോക്കിയടാ, ഈ ഒരു ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ. 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ. അതായത് ആദ്യം നോക്കും, ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇത് 7 ഒരു സൈഡ് കാണാനുള്ള ഒന്നാമത്തെ മാർഗം 7 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. രണ്ടാമത്തെ മാർഗം 7ന്റെ പകുതി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 3.5 അല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കടാ, ഇതാ നോക്ക്, ഇതിന് ഏതെങ്കിലും രണ്ട് സ്ക്വയേഴ്സിന്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതാൻ പറ്റുമോ? ഓ പറ്റല്ലോ. ഇതാ നോക്ക്, 16ൽ നിന്നും 7 പോയി. 16ൽ നിന്നും 9 പോയാൽ എത്ര? 16ൽ നിന്നും 9 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? നമുക്ക് 16ൽ നിന്നും 9 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 7 കിട്ടും അല്ലേ? 7 കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? മൈനസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്, 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇതിലുള്ള ചെറിയ നമ്പർ ഇല്ലേ, ആ ചെറിയ നമ്പർ വരുന്ന രീതിയിൽ ആ ചെറിയ നമ്പറിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ചെറിയ നമ്പർ എന്താ? 3 സെന്റിമീറ്റർ അല്ലേ? ഞാൻ അല്ലാണ്ട് തന്നെ കാണിച്ചത്, തളരില്ല പതരില്ല. ഓക്കെ, 3 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു. അപ്പം നമുക്ക് എന്താ പരിപാടി എന്നറിയോ? ഇങ്ങനെ ഒരു മട്ടത്രികോണം വരയ്ക്കണം. ആ മട്ടത്രികോണത്തിൽ ലംബവശങ്ങളായിരുന്നു നമ്മൾ നേരത്തെ, കൂട്ടിയാലാണ് കിട്ടുന്നതെങ്കിൽ ലംബവശങ്ങളായിരുന്നു നമ്മൾ എടുത്തത്. കുറച്ചാലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? കുറച്ചാലാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ചെറുത്, അതായത് 3 എന്താക്കുക? 3 ലംബവശങ്ങളിൽ ഒന്നെടുക്കുക. അതുപോലെ തന്നെ വലുത് 4 എന്ത് ചെയ്യുക? ഈ ഒരു കർണല്ലേ ഹൈപ്പോട്ന്യൂസ്, ഇതുമായിട്ട് എടുക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ വരയ്ക്കുന്ന ഇവനായിരിക്കും എന്ത്? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആയിട്ടുള്ള 7 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കാറിയോ? ആദ്യം 3 സെന്റിമീറ്ററുള്ള ലൈൻ വരച്ചു. ഇനി 4 സെന്റിമീറ്റർ എത്ര ചെരിവിലാണ് വരയ്ക്കേണ്ടത് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് കുത്തനെയാണ് പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു കുത്തനെയുള്ളൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണെ. കുത്തനെയുള്ളൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. പക്ഷെ അതിൻ്റെ നീളം എത്രയാണെന്ന് നമുക്കറിയൂലേ? പക്ഷെ നമുക്ക് അറിയുന്ന കാര്യം എന്താ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പം ഞാൻ ഇത് നമുക്ക് നമ്മളുടെ കോമ്പസ് എടുത്തിട്ട് 4 സെന്റിമീറ്ററിൽ നിന്ന് എടുക്കുകയാണെ. 4 സെന്റിമീറ്റർ ഒന്ന് എടുത്തേ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പം ഈ 4 സെന്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവനെ കട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗം എനിക്ക് വേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗം ഞാൻ മായ്ച്ചു കളയും. 4 സെന്റിമീറ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ മായ്ച്ചു കളയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവന്മാരെ ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നോക്ക്, ഇനി എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമുക്ക് സമചതുരം വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടെ നോക്ക്, എത്ര നീളം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കും. ഇവിടെ എന്ത് ചെയ്യും? ഇതുപോലൊരു ലൈന് വരയ്ക്കും. പക്ഷെ എന്താ, ഈ ലൈൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇവർ പറഞ്ഞത്? ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് സമചതുര ഇതേ നീളമാണ് വരിക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഇവനെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു വശത്തിൻ്റെ നീളം എത്രയാണോ അതേ നീളം, സമചതുരല്ലേ വരയ്ക്കുന്നത്, അപ്പോൾ അതേ നീളത്തിൽ ഇവനെ ഇവിടുന്നും കട്ട് ചെയ്യുന്നു. അതുപോലെ ഇവനെ
ഈ ലൈന് ഇവിടുന്നും കട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു? മായ്ച്ചു മായ്ച്ചു കളയുന്നു. മായ്ച്ചു കളഞ്ഞു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവന്മാരെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇതായിരിക്കും നമ്മളുടെ ആൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ഇതാണടാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പ്രശ്നമാണെന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മിസ്സിന് പഠിപ്പിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കും, ഉഷാറായിട്ട് പഠിച്ചിരിക്കും. ഇതിനുവേണ്ടി മക്കൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് താഴെ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോര്. അവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട നോട്ട്സ്, നിങ്ങൾക്ക് വേണ്ട ക്ലാസ്, നിങ്ങൾക്ക് വേണ്ട PDFs, എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണ്. സോ നമുക്ക് ചാനലിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ ബൈ. ആൻഡ് രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കരുത്.